ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ണിയുടെ 28ആണ്. അപ്പം ഞങ്ങൾക്ക് 28-ന് പ്രത്യേകിച്ച് ഒരു ഫംഗ്ഷനൊന്നുമില്ല. ഞങ്ങളെല്ലാ പരിപാടിയും 90-നാണ് ചെയ്യാറ്. പേരിടലും ചരട് കെട്ടലും ഒക്കെ 90-നാണ് ചെയ്യുക. പിന്നെ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഇന്ന് മുതലാണ് ഉണ്ണിക്ക് കണ്ണും പുരുകൊക്കെ എഴുതി തുടങ്ങുക. അപ്പോൾ അവിടുത്തെ അമ്മ വന്നിട്ട് കണ്ണും പുരുകൊക്കെ എഴുതി കൊടുക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ ചെറിയൊരു ഫംഗ്ഷൻ ഒന്നും പറയാൻ പറ്റില്ല. അപ്പം അതാണ് ഇന്ന് സംഭവം. ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അച്ഛനും പിന്നെ അക്ഷിത അവിടെ ഇരുന്ന് അവനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തുനിന്ന് ആരുമില്ല, പിന്നെ ആശ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടുത്തെ അമ്മയാണ് കണ്ണും പൊട്ടൊക്കെ എഴുതി കൊടുക്കുക. അപ്പം ഞാനും അക്ഷിതും അടുത്തിരുന്ന് അവൻ നല്ല കരച്ചിലായിരുന്നു. ആ സമയത്ത് അവൻ വരെ ഭയങ്കര കൂളായിട്ട് ഇരിക്കുന്നു, നല്ല കളിയും ചിരിയിരിക്കുന്നു. പക്ഷെ ആ സമയമായപ്പോഴേക്കും അവൻ ഭയങ്കര കരച്ചിലായി. പിന്നെ ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ഇതൊക്കെ എഴുതി കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരു ടെൻഷനുമാണ്. ശരിക്കും സമ്മതിക്കൂല്ല അങ്ങനെ. അപ്പം അമ്മയ്ക്കൊരു പേടി പോലെ. ഇന്ന് ഈ സംഭവവും കാര്യങ്ങളും ഞങ്ങൾ അക്ഷിതിന് ചെയ്തതാണ്, പക്ഷെ ഓർമ്മയില്ല. അത്ര ഇതിലൊന്നും അക്ഷിതിന് ചെയ്തിട്ടില്ല, എന്നാലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു തരികയാണ്. ഫസ്റ്റ് അമ്മ ചെയ്തത് വയമ്പും പീനാരി എന്ന് പറയും. അതിൽ പീനാരി എടുത്തിട്ട് മേലൊക്കെ ഒന്ന് പരട്ടി കൊടുത്തു, പിന്നെ ഒരു കുറിയൊക്കെ തൊട്ട് കൊടുത്തു. അവൻ കരഞ്ഞിട്ട് ശരിക്കും ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായി ഉണ്ടായിരുന്നു. പിന്നെ അതിൽ വയമ്പുണ്ട്, അതൊരു നുള്ളെടുത്ത് നാവിൽ പരട്ടണം. അപ്പോൾ ഇപ്പം തന്നെ പരട്ടിയാണെങ്കിൽ ഒരു തരിപ്പ് പോലത്തെ സാധനം. അപ്പോൾ ഇപ്പം തന്നെ പരട്ടിയാൽ അവൻ കരയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് ലാസ്റ്റ് ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പിന്നെ കൺമഷി ഞങ്ങൾ എടുക്കാൻ സൗകര്യത്തിന് പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇലയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എടുത്തിട്ട് അമ്മ കവിളിലൊരു കുത്തും കാലിൻ്റെ അടിയിലും ഒന്ന് തൊട്ട് കൊടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ അടുത്ത് പുരിക എഴുതാനാണ്. പുരിക എഴുതാനാണെങ്കിൽ ഇങ്ങനെ കരയണ കാരണം തീരെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അമ്മോട് പറഞ്ഞു ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി, പിന്നെ ഉറങ്ങുമ്പോൾ നമുക്ക് ശരിക്കും എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എങ്ങനെയൊക്കെയോ അമ്മ പുരികൊക്കെ എഴുതി കൊടുത്തു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അച്ഛനും അമ്മയും ഞാനും അക്ഷിതൊക്കെ കൂടിയിട്ടൊക്കെ ആയിട്ട് അങ്ങനെ ആ ചടങ്ങ് കണ്ട് കഴിഞ്ഞു. പിന്നെ അവ ഉറങ്ങിയപ്പോൾ ഞങ്ങൾ ശരിക്കും നല്ലപോലെ പുരികൊക്കെ എഴുതി കൊടുത്തു. എന്നിട്ടെടുത്ത വീഡിയോ ആണിത്. ഇതിലവൻ ഭയങ്കര ഉറക്കാണ്. അങ്ങനെ ഞങ്ങളെടുത്ത ഫോട്ടോസാണിത്. ഈ ടൈമിലൊക്കെ അവൻ നല്ല കൂളായിട്ട് പോസ് ചെയ്ത് തന്നിരുന്നു. അച്ഛനും അമ്മയും വന്ന സമയത്ത് ഇവർക്ക് ചായയൊക്കെ കൊടുത്തിരുന്നു. അതൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഒക്കെ മറന്നു. പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇപ്പോൾ അവർ പോകാനായിട്ട് ഇറങ്ങി. അപ്പം അക്ഷിതിനോട് ടാറ്റ പറയാണ്. ഒരു മാസത്തോളമായിട്ട് അക്ഷിത അവിടെ തന്നെയായിരുന്നു. അത് കാരണം പോകുമ്പോൾ അവർക്ക് നല്ല വിഷമമുണ്ട്. കാരണം ഇനി അവിടെ പോയാൽ അവർ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, അപ്പോൾ ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.